ഹായ്, വർക്ക് എനർജിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വർക്കിനെ നമ്മൾ പോസിറ്റീവ് പ്രവൃത്തി, നെഗറ്റീവ് പ്രവൃത്തി, അതുപോലെ സീറോ വർക്ക് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഓരോ സന്ദർഭം നോക്കുക. ഒന്നാമത്തെ സന്ദർഭത്തിൽ ഇതാണ് നമ്മുടെ സർഫസ് എങ്കിലേ ഇവിടെ നിന്ന് ഇയാൾ മുന്നോട്ടേക്ക് ഫോഴ്സ് കൊടുക്കുന്നു, മുന്നോട്ടേക്ക് ബലം കൊടുക്കുന്നു, ഈ വീൽ ബാരോ മുന്നോട്ടേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇയാൾ ചെയ്ത പ്രവൃത്തി പോസിറ്റീവ് വർക്ക്. ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവില്ല, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. അത് എപ്പോഴും ഈ വസ്തു നീങ്ങുന്നതിൻ്റെ ഓപ്പോസിറ്റ് ദിശയിലായിരിക്കും, എതിർ ദിശയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ്, ഘർഷണ ബലം ചെയ്ത പ്രവൃത്തി നെഗറ്റീവ്. താഴെയുള്ള രണ്ട് സന്ദർഭങ്ങളിലും സെയിം തന്നെയാണ്. ഇവിടെ നിന്ന് മുന്നോട്ട് തള്ളുന്നു, മുന്നോട്ട് തന്നെ പോകുന്നു. ഇയാൾ ചെയ്തത് പോസിറ്റീവ് പ്രവൃത്തി. ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും, ഫ്രിക്ഷണൽ ഫോഴ്സ് ബാക്കോട്ടായിരിക്കും, ഘർഷണ ബലം ബാക്കോട്ടായിരിക്കും. അത് ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവ്. ഇവിടെ നീ കുട്ടി വലിച്ചുകൊണ്ട് പോകുന്നു, അങ്ങനെയാണെങ്കിൽ ഈ പെട്ടി അതിൻ്റെ അങ്ങോട്ട് തന്നെ പോകും. അങ്ങനെയാണെങ്കിൽ മൂപ്പര് ചെയ്തത് പോസിറ്റീവ് വർക്കാണ്. ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും, ഫ്രിക്ഷണൽ ഫോഴ്സ് ബാക്കോട്ടായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്നത് നെഗറ്റീവ് വർക്കായിരിക്കും. നേരെ അടുത്തൊരു കാര്യത്തിലേക്ക് പോകാം. ഒരാൾ വെയിറ്റും എടുത്ത് ഇങ്ങനെ നിൽക്കുക, അയാൾ ഫോഴ്സൊക്കെ കൊടുക്കുന്നുണ്ട്. ശരി, മേലോട്ടേക്ക് വെയിറ്റിലേക്കൊരു ഫോഴ്സൊക്കെ കൊടുക്കുന്നുണ്ട്, ഓക്കെ. പക്ഷേ ഇയാൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റിൽ ഇയാൾ വെറുതെ നിൽക്കുകയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലെങ്കിൽ ഇയാൾ ചെയ്ത വർക്ക് പ്രവൃത്തി 0 താഴത്തെ സന്ദർഭത്തിലും സെയിം. ഇയാളിവിടെ ചുമരിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നു, ബലം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നീങ്ങുന്നില്ലെങ്കിൽ ചെയ്ത പ്രവൃത്തി, ചെയ്ത വർക്ക് 0. ഇവിടെ ഒരാൾ ബാഗ് എടുത്തിട്ട് മേലോട്ടേക്ക് കയറി പോകുന്നു. ആദ്യം താഴെയാണ് ബാഗും ആളൊക്കെ ഉണ്ടാവുക. പിന്നെ ഒരു ദിശയിലേക്ക് നടന്ന് മേലെ എത്തുന്നുണ്ട്. മേലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മൂപ്പരൊരു ഫോഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബാഗിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രവൃത്തി ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒന്നാമത്തെ സന്ദർഭത്തിൽ നമുക്ക് ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് ആപ്പിൾ താഴേക്ക് വീഴുന്നു. ഇങ്ങനെ താഴേക്ക് വീഴുമ്പോൾ നമുക്കറിയാം ഗുരുത്വാകർഷണ ബലം താഴോട്ടേക്കുണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട് താഴോട്ടേക്ക്. ഈ ഈ ആപ്പിൾ വീഴുന്നതും താഴോട്ടേക്ക് തന്നെയല്ലേ? താഴോട്ടേക്ക് ഫോഴ്സ് ഉണ്ട്, താഴോട്ടേക്ക് തന്നെ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്തത് പോസിറ്റീവ് വർക്കാണ്, പോസിറ്റീവ് വർക്ക്. ഈ കുട്ടി ഇവിടെ നിന്ന് മേലോട്ടേക്ക് ഈ ബോൾ എറിയുകയാണെങ്കിൽ ഈ ബോൾ മേലോട്ട് പോകും. എന്ന് വെച്ചാൽ അതിൻ്റെ സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലോട്ടേക്കായിരിക്കും. ഈ സന്ദർഭത്തിൽ മൂപ്പര് ചെയ്തത്, എറിയുന്ന കുട്ടി ചെയ്തത് പോസിറ്റീവ് പ്രവൃത്തിയായിരിക്കും, പോസിറ്റീവ് വർക്കായിരിക്കും. പക്ഷേ ഇവിടെ ഒരാളും കൂടെ ഇല്ലേ, താഴോട്ടേക്ക് ഫുൾ ടൈം ഗുരുത്വാകർഷണ ബലമുണ്ട്. അങ്ങനെ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്നത് നെഗറ്റീവ് പ്രവൃത്തിയായിരിക്കും. കാരണം ഈ ബോൾ സഞ്ചരിക്കുന്നത് മേലോട്ടേക്കാം, ബോളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് മേലോട്ടേക്കാം. പക്ഷേ ഗുരുത്വാകർഷണ ബലം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ടേക്കാം. അങ്ങനെയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്തത് നെഗറ്റീവ് വർക്കായിരിക്കും.